വാങ്ങിച്ചു വാങ്ങിച്ചു ഭൂട്ടാനിൽ പോയി വാങ്ങിച്ചു അദാനി ചേട്ടൻ വാങ്ങിച്ചു വാങ്ചു ജലവൈദ്യുത പദ്ധതി. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖാണോ? നന്നായി പഠിക്കുന്നുണ്ടോ നിങ്ങള്? കൂട്ടുകാരെ, നമ്മളിതാ കറണ്ട് അഫേഴ്സ് വരാൻ പോകുന്ന എല്ലാ PSC പരീക്ഷയ്ക്കും കറണ്ട് അഫേഴ്സ് ഈ ചാനൽ സെറ്റാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ 150 ക്ലാസ് 2025-26 മുഴുവൻ മാസത്തെയും പ്രധാനപ്പെട്ട വസ്തുക്കളൊക്കെ കൃത്യമായി പഠിക്കുകയാണ്. നമ്മളിപ്പോൾ 2026 ജനുവരി മാസത്തെ 8ാമത്തെ PDF 17ാമത്തെ ക്ലാസ് ആണ്. കൂട്ടുകാരെ, ഇതുവരെ എടുത്ത 16 ക്ലാസിന്റെയും പ്ലേലിസ്റ്റ് ഒറ്റ ലിങ്ക് മുകളിൽ പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം കാണാം. നിങ്ങൾ ആ 16 ക്ലാസ് കാണുക. ഇത് 17ാമത്തെ ക്ലാസ് ആണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളോട് പറഞ്ഞാലേ ചെയ്യത്തുള്ളൂ. അതുപോലെ അവസാനം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അറിയിക്കൽ കമന്റ് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സൗദി അറേബ്യയില് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ അഥവാ GCC സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് ഗൾഫ് ഷീൽഡ് 2026. ഗൾഫ് ഷീൽഡ് 2026. ഗൾഫ് ഷീൽഡ് 2026 മഹാകവി പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം നേടിയത് OV ഉഷ. OV വിജയന്റെ ആ OV ഉണ്ട് അല്ലെ, ഉഷ. നോക്കൂ, പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം. പന്തളം OV ഉഷ. പന്തളം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കറണ്ട് അഫേഴ്സ് എഴുതുമ്പോൾ അവിടെ ഉഷ ഉണ്ടാവും. പന്തം, അതായത് ദീപം, നമ്മുടെ ദീപശിഖയൊക്കെ അല്ലേ, അത് പിടിച്ചുകൊണ്ട് ഉഷ ചേച്ചി പോകുന്ന ആലോചിക്കുക. അപ്പം പന്തം കൊണ്ട് ഉഷ ചേച്ചി പോകുന്നു എന്ന് കണക്ട് ചെയ്ത് വെക്കുക. കേരളത്തിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് ബ്രഹ്മപുരം, എറണാകുളമാണ്. എറണാകുളത്തെ ബ്രഹ്മപുരത്തെ കേരളത്തിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നു. 2026 ജനുവരിയിൽ ജാതിപരമായും സാമുദായികമായുള്ള വിവേചനവും ഒറ്റപ്പെടുത്തലും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക ബഹിഷ്കരണം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ടുള്ള നിയമം വിജ്ഞാപനം ചെയ്ത സംസ്ഥാനം കർണാടകയാണ്. മക്കളെ ഓർത്തു വെക്കുക, നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനം ജാതിപരമായും സാമുദായികമായുള്ള വിവേചനവും ഒറ്റപ്പെടുത്തലും അവസാനിപ്പിക്കുക അല്ലെ, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ ഇത്തരം വിഷയങ്ങൾ. അതിനു വേണ്ടിയിട്ട് സാമൂഹിക ബഹിഷ്കരണ ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ടുള്ള നിയമം കൊണ്ടുവന്നത് കർണാടകയാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഹിരോഷിമ ഒരു മാധ്യമ പ്രവർത്തകന്റെ അന്വേഷണ യാത്ര. അത്രയ്ക്ക് ഭയങ്കര ഫേമസ് ആയ പുസ്തകമൊന്നും അല്ല എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കുക. CA ചോദിക്കാം. ഹിരോഷിമ ഒരു മാധ്യമ പ്രവർത്തകന്റെ അന്വേഷണ യാത്ര എന്ന പുസ്തകം എഴുതിയത് PK നിയാസ് ആണ്. വീട്ടിൽ നിന്ന് ലോകത്തേക്ക് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ആഗോള വിപണിയിലെത്തുന്ന കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ വിഭവങ്ങൾക്ക് നൽകിയ പുതിയ ബ്രാൻഡ് നെയിം. ശ്രദ്ധിക്കണം, ഇതൊരു ബ്രാൻഡ് നെയിമാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തത്. K ഇനം, നിങ്ങൾക്കറിയാം, K റെയില് അല്ലെ, അതുപോലെ K സ്മാർട്ട്, എല്ലാം K ആണ്. K ഫോണ്. അതുപോലെ കുടുംബശ്രീ എന്ത് ചെയ്യുന്നു? വീട്ടിൽ നിന്ന് ലോകത്തേക്ക് എന്നൊരു ആശയത്തെ അടിസ്ഥാനമാക്കി ആഗോള വിപണിയിലേക്ക് കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ വിഭവങ്ങൾ എത്തുകയാണ്. അപ്പൊ അതിനിട്ട പേരെന്താണ്? K ഇനം. സ്റ്റാർട്ടപ്പുകൾക്ക് പ്രവർത്തന സൗകര്യം ഒരുക്കുന്നതിനായി കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഹബ്ബ് ആരംഭിക്കുന്നത്. സ്റ്റാർട്ടപ്പുകൾക്ക് പ്രവർത്തന സൗകര്യം ഒരുക്കുന്നതിനായിട്ട് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഹബ്ബ് വരുന്നത് എവിടെയാണ്? കളമശ്ശേരിയാണ്. കളമൊരുക്കുകയാണ് ഡിജിറ്റൽ ഹബ്ബ്. സ്റ്റാർട്ടപ്പുകൾക്ക് കളമൊരുക്കുന്നു കളമശ്ശേരി. സ്റ്റാർട്ടപ്പുകൾക്ക് കളമൊരുക്കുന്നു കളമശ്ശേരി. കിട്ടൂലേ? കിട്ടും. ഹരിയാനയിലെ കർണാൽ, നമുക്കറിയാം, നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കർണാലിലാണ്. അങ്ങനെയാണെങ്കിൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എവിടെയാണ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ബോർഡ് എവിടെയാണ്? ബോർഡ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. ഇത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് ഹരിയാനയിലെ കർണാലിലാണ്. ഹരിയാനയിലെ കർണാലിലുള്ള നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവര് വികസിപ്പിച്ചെടുത്ത ഒരു കൃത്രിമ പശുവിന്റെ പേര്, വെറൈറ്റി പശുവാണ് കരൺ ഫ്രൈസ്. ആലോചിക്കുക കേട്ടോ. അപ്പൊ കരൺ ഫ്രൈസ്, ഫ്രഞ്ച് ഫ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ കരൺ ഫ്രൈസ് ഒരു വെറൈറ്റി പേരല്ലേ? കരൺ ഫ്രൈസ് ആണ് പശു. ആലോചിക്കുക, കൃത്രിമ പശുവാണ് കരൺ ഫ്രൈസ്. ഒരു വെറൈറ്റി പേരാണ്, തീർച്ചയായിട്ടും ഓർക്കാൻ പറ്റും. K ഇനം എന്ന് പറഞ്ഞ ഇനം എന്ന് കേൾക്കുമ്പോൾ കുടുംബശ്രീ അവരുടെ ഒരു ഭക്ഷ്യ വിഭവങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിങ് കൊടുക്കുകയാണ്. K ഇനം എന്ന് കേട്ടല്ലോ. സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി. ഇതാ K ഇനം. നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അതിന്റെ പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു ഗ്ലോബൽ ലോഞ്ച് കൊച്ചിയിൽ നടന്നിരുന്നു. അത് ചിലപ്പോൾ ചോദിക്കാം, ഗ്ലോബൽ ലോഞ്ച് എവിടെ വെച്ച് നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയാണ് കേട്ടോ. കൊച്ചിയാണ്, ഓർത്തു വെച്ചേക്കണം. തൃശ്ശൂരിൽ വെച്ച് നടന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ്. 2026 സംസ്ഥാന സ്കൂൾ കലോത്സവം എത്രാമത്തതാണ്?
64 എവിടെ വെച്ച് നടന്നു? തൃശ്ശൂരിൽ വെച്ച് നടന്നു. 64ാമത് സ്കൂൾ കലോത്സവം എവിടെ വെച്ചാണ്? തൃശ്ശൂര്. നോക്കൂ, ഇതിനകത്ത് കപ്പടിച്ചത്, കിരീടം കിട്ടിയത് മറ്റാർക്കുമല്ല, കണ്ണൂരാണ്. ഷുവർ ആയിട്ട് പഠിച്ചു വെക്കുക, ഉറപ്പായിട്ടും ചോദ്യം വരും കേട്ടല്ലോ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കണ്ണൂർ തൃശ്ശൂരിൽ വെച്ച് നടന്നു 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം. സ്കൂൾ വിഭാഗത്തിലെ ഒന്നാമതെത്തിയത് ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. സ്കൂളുകളുടെ വിഭാഗത്തിലെ ഒന്നാമതെത്തിയത് ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുത്ത ഒരു മത്സരാർത്ഥിയുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മത്സരാർത്ഥി പങ്കെടുക്കുന്നത്. അന്ന് വി ശിവൻകുട്ടി അണ്ണൻ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടതൊക്കെ എല്ലാവരും പ്രശംസിച്ച ഒരു വിഷയമായിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വീഡിയോ കോൺഫറൻസ് വഴി, ഒരു അസുഖം കാരണം ഒരു കുഞ്ഞിന് പങ്കെടുക്കാൻ പറ്റില്ല, ആ മോൾ എന്ത് ചെയ്തു? പങ്കെടുപ്പിച്ചു. പേര് സിയ ഫാത്തിമ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുത്ത ആദ്യ മത്സരാർത്ഥി സിയ ഫാത്തിമ. ഇന്ത്യയിൽ ആദ്യമായി ഡീപ് ടെക് സ്റ്റാർട്ട് പോളിസി നയം പുറത്തിറക്കിയ സംസ്ഥാനം. നോക്കൂ, ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തമിഴ്നാട് സർക്കാർ ഏകദേശം 100 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഒരു സംരംഭം തുടങ്ങിയതാണ് കേട്ടോ. തമിഴ്നാട് കണ്ട നിങ്ങൾ നമ്മുടെ MK സ്റ്റാലിന്റെ ഫോട്ടോ ഒക്കെ എന്റെ പിറകിലുണ്ട്. PDF നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യണേ എല്ലാവരും. ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലുണ്ട്. അപ്പൊ അവിടെ ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് പോളിസി എന്ന് പഠിച്ചു വെച്ചേക്ക. ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് പോളിസി തമിഴ്നാടാണ്. അദാനി ഗ്രൂപ്പ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരും? ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മുടെ വിഴിഞ്ഞം അദാനിയാണ്. തിരുവനന്തപുരത്തെ വിമാനത്താവളം അദാനിയാണ്. മൂപ്പരുടെ പണി എല്ലാം വാങ്ങിക്കുകയാണ്. അങ്ങനെ വാങ്ങിച്ച് അദാനി ചേട്ടൻ ഇന്ത്യയിൽ ഒരുവിധപ്പെട്ട പോർട്ടൊക്കെ വാങ്ങിച്ചു. ഇപ്പൊ ഭൂട്ടാനിലേക്ക് കടന്നു. ഭൂട്ടാൻ ലോട്ടറി എന്നൊക്കെ കേൾക്കാറില്ലേ? ലോട്ടറി അടിച്ചോന്ന് അറിയില്ല. ഭൂട്ടാൻ ലോട്ടറി അടിച്ചാലും ഇല്ലെങ്കിലും അദാനി ഗ്രൂപ്പ് 570 മെഗാവാട്ടിന്റെ ഒരു ജലവൈദ്യുത പദ്ധതി വാങ്ങിച്ചു. ഭൂട്ടാനിൽ പോയി വാങ്ങിച്ചു. അദാനി ചേട്ടൻ വാങ്ങിച്ചു ജലവൈദ്യുത പദ്ധതി. എവിടെയാണ്? ഭൂട്ടാനിലാണ് ആരംഭിച്ചത്. ന്യൂയോർക്ക് ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡെവലപ്മെന്റ് പോളിസിയുടെ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹത നേടിയത് കൊച്ചി വാട്ടർ മെട്രോയാണ്. ന്യൂയോർക്ക് ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡെവലപ്മെന്റ് പോളിസിയുടെ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹത നേടിയത് ഏത് പ്രോജക്റ്റാണ്? കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ ആണ്. അരുണാചൽ പ്രദേശിൽ നിന്നും കണ്ടെത്തിയ പുതിയ തവളകൾ പല സ്ഥലത്തും കണ്ടെത്താറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുണ്ട്. നിർബന്ധമായും പഠിക്കണേ. ലെപ്റ്റോബ്രാച്ചിയം സോമാനി അരുണാചൽ പ്രദേശിൽ പോയിട്ടും ഇത് കണ്ടെത്തിയത് ഒരു മലയാളിയാണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ബിജു ആണ് അല്ലെ. നമ്മുടെ തവള മനുഷ്യൻ, ഫ്രോഗ് മാൻ എന്നൊക്കെ വിളിക്കുന്ന ബിജു. അപ്പൊ സത്യഭാമാദാസ് ബിജു അദ്ദേഹമാണ് ഈ ഒരു ഗവേഷണത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യക്തി. അതുകൊണ്ട് തന്നെ സോമേട്ടൻ ആലോചിക്കട്ടോ. ലെപ്റ്റോബ്രാച്ചിയം സോമാനി. സോമന് മച്ചിന്റെ മുകളിൽ നോക്കിയപ്പോൾ അവിടെ തവളയുണ്ട്. മെച്ചുക അല്ലെങ്കിൽ മെച്ചുണ്ടോ? ലെപ്റ്റോബ്രാച്ചിയം മെച്ചുക സോമാനി. സോമന് മെച്ചുണ്ടോ? തവളേനെ കിട്ടിയപ്പം, അല്ലെങ്കിൽ തവള എന്ന് കേൾക്കുമ്പോൾ മച്ചിൽ, സോമന്റെ മച്ചിൽ തവളയുണ്ട്. മെച്ചുക സോമാനി മെച്ചുക. സോമന്റെ മച്ചിൽ തവളയുണ്ട്. അത് അരുണാചൽ പ്രദേശിലാണ്. കണ്ടെത്തിയ മനുഷ്യൻ സത്യഭാമാദാസ് ബിജു ആണ് അല്ലെ. SD ബിജു, സത്യഭാമാദാസ് ബിജു. SD ബിജു ആണ് എന്ത്? ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്, തവള മനുഷ്യൻ. നോക്കൂ, ഒരു ചോദ്യം തരികയാണ്. 1 എന്ന് നമ്പർ ഇട്ട് കൂട്ടുകാരെന്ത് ചെയ്യുക? ഈ ഒരു മിഷൻസ് നോക്കുക. നമ്മൾ ഇതുവരെ എടുത്ത മുഴുവൻ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സും ഒറ്റ പ്ലേലിസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. ആ പ്ലേലിസ്റ്റ് കയറിയിട്ട് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം കിട്ടും. അറിയുന്നവർ ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ആൻസർ കമന്റ് ചെയ്യുക. ഇനി എനിക്ക് പഠിപ്പിക്കാനുള്ള റിപ്പബ്ലിക് ഡേ പരേഡാണ്. അപ്പൊ റിപ്പബ്ലിക് ഡേ പരേഡ് നിങ്ങൾക്ക് ഒരുപാട് വിശദമായി പഠിപ്പിക്കേണ്ടത് കൊണ്ട് ഈ ക്ലാസ്സിൽ നിങ്ങൾ കാണില്ല, വീഡിയോയുടെ ലെങ്ത് കൂടി. അതുകൊണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യും. എല്ലാവരും റിപ്പബ്ലിക് ഡേ പരേഡ്, അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, ഇന്ത്യയുടെ പ്രത്യേകതകൾ എല്ലാം പഠിക്കണേ. നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇതിന്റെ ഉത്തരം എല്ലാവരും കമന്റ് ചെയ്ത് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.